ഗുഡ് ഈവനിങ് ആൾ. എല്ലാവരും മില്യൺ ബിസിനസ് ചാനലിനെ സ്വാഗതം ചെയ്യുന്നു. ഇത് മാർക്കറ്റ് ന്യൂസ് കിടക്കാം. ഇന്ന് നിഫ്റ്റി 26,100 എബോവ് ആണ് ക്ലോസ് ചെയ്തത്. മാർക്കറ്റിന് നല്ലൊരു മൊമെൻറ്റം ഉണ്ടായിരുന്നു. 26,129 ക്ലോസ് ചെയ്തപ്പോൾ 190 പോയിൻറ്റ്സ് ആണ് നിഫ്റ്റി ഇന്ന് ഉയർന്നത്. നിഫ്റ്റി ബാങ്കിൽ നിന്ന് 410 പോയിൻറ്റ്സ് ഉയർന്ന് 59,581 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മിഡ് ക്യാപ് 570 പോയിൻറ്റ്സ് ഉയർന്ന് 60,484 ക്ലോസ് ചെയ്തു. നിഫ്റ്റി സ്മോൾ ക്യാപ് 17,713 ക്ലോസ് ചെയ്തപ്പോൾ 195 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. ഇന്ത്യ വിക്സ് എന്ന 9.47 ക്ലോസ് ചെയ്തിരിക്കുന്നത്. സെൻസെക്സ് 545 പോയിൻറ്റ്സ് ഉയർന്ന് 85,220 ക്ലോസ് ചെയ്തു. ഇതിൽ നിഫ്റ്റി മിഡ് ക്യാപ്പ് മാത്രം എബോവ് 1% റാലി നടത്തി. ബാക്കി ഓൾമോസ്റ്റ് എല്ലാ സെക്ടേഴ്സും ഇന്ന് ഗ്രീനിലാണ് ക്ലോസ് ചെയ്തത്. DIIF ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് DII 6,759 കോടി രൂപ നെറ്റ് ബയേഴ്സ് ആയിരുന്നു. FIA എന്ന് സെല്ലിംഗ് കണ്ടിന്യൂ ചെയ്യാണ്. വരുന്ന അടുത്ത വർഷം തുടക്കം മുതൽ FIA ബൈങ്ങിലേക്ക് പോകുന്ന പ്രതീക്ഷിക്കാം. മാർക്കറ്റിനെ മേളിലോട്ട് കൊണ്ടുപോകണമെങ്കിൽ FIAയുടെ ബൈ അത്യാവശ്യമായിട്ടുള്ള ഘടകമാണ്. FIA എന്ന് 3,597 കോടി രൂപ നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു. സെക്ടർ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി IT മാത്രമേ റെഡിൽ ക്ലോസ് ചെയ്യുള്ളൂ. ബാക്കി സ്ക്രീനിൽ കാണുന്ന എല്ലാ സെക്ടേഴ്സും ഗ്രീനിലാണ് ക്ലോസ് ചെയ്തത്. അത് നിഫ്റ്റി ഓട്ടോ, നിഫ്റ്റി എനർജി, നിഫ്റ്റി ഇൻഫ്ര, നിഫ്റ്റി മീഡിയ, നിഫ്റ്റി മെറ്റൽ, നിഫ്റ്റി PSU ബാങ്ക് എന്നീ സെക്ടേഴ്സ് എബോവ് 1% റാലി നടത്തിയപ്പോൾ നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് നിന്ന് 2.66% റാലി കണ്ടു. നിഫ്റ്റി ഓട്ടോ ഒന്ന് 299 പോയിൻറ്റ്സ് വന്ന് 28,189 ക്ലോസ് ചെയ്തു. നിഫ്റ്റി എനർജി 35,325 ക്ലോസ് ചെയ്തപ്പോൾ 511 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 230 പോയിൻറ്റ്സ് വന്ന് 27,613 ക്ലോസ് ചെയ്തു. നിഫ്റ്റി FMCG 55,475 ക്ലോസ് ചെയ്തപ്പോൾ 442 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ഹെൽത്ത് കെയർ 98 പോയിൻറ്റ്സ് വരുന്ന 14,639 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഇൻഫ്ര 9616 ക്ലോസ് ചെയ്തപ്പോൾ 110 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. എന്നാൽ IT എന്ന് 114 പോയിൻറ്റ്സിൻ്റെ കുറവാണ് കണ്ടത്. 37,884 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മീഡിയ 1,444 ക്ലോസ് ചെയ്തപ്പോൾ 21 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി മെറ്റൽ 11,167 ക്ലോസ് ചെയ്തപ്പോൾ 160 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 316 പോയിൻറ്റ്സ് വന്ന് 12,231 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഫാർമ 183 പോയിൻറ്റ്സ് വന്ന് 22,723 ക്ലോസ് ചെയ്തു. നിഫ്റ്റി PSU ബാങ്ക് 8,533 ക്ലോസ് ചെയ്തപ്പോൾ 101 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി റിയാലിറ്റി 8 പോയിൻറ്റ്സ് വന്ന് 877 ക്ലോസ് ചെയ്തു. കമ്പനി പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ 2,040 കമ്പനികൾ ഇന്ന് ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ 841 കമ്പനികൾ ഇന്ന് റെഡിലാണ് ക്ലോസ് ചെയ്തത്. ഈ ആഴ്ച നിഫ്റ്റിയുടെ മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ മൺഡേ 25,942 ക്ലോസ് ചെയ്തു. ട്യൂസ്ഡേ 25,938 ക്ലോസ് ചെയ്തു. ഇന്ന് വെനസ്ഡേ 26,129 ക്ലോസ് ചെയ്തത്. ഈ ആഴ്ച ആകെ നിഫ്റ്റിയിൽ 87 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയാണ് ഉണ്ടത്. 0.34% റാലി നടത്തി. നിഫ്റ്റി 50 ഈ വർഷത്തെ മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ജാനുവരി 1 23,644 സ്റ്റാർട്ട് ചെയ്ത നിഫ്റ്റി ഇന്ന് 26,129 നിൽക്കുമ്പോൾ ഈ ആഴ്ച 10.51% പ്രോഫിറ്റാണ് കാണാൻ സാധിച്ചത്. ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ലൂസേഴ്സ് നോക്കിയാൽ ഇന്ന് JSW സ്റ്റീൽ 4.79% റാലി നടത്തി. ടാറ്റ സ്റ്റീൽ 2.43% റാലി നടത്തി. ONGC 2.43%, കോട്ടക് മഹീന്ദ്ര 2.25%, റിലയൻസ് 1.99%, SBI ലൈഫ് 1.97%, ടൈറ്റാൻ 1.95%, ആക്സിസ് ബാങ്ക് 1.88%, ശ്രീറാം ഫിനാൻസ് 1.72% ആൻഡ് ട്രെൻഡ് 1.69% റാലി കണ്ടു. ലൂസേഴ്സിനൊക്കെ ഇന്ന് TCS 1.25% ഫോളോ കണ്ടു. ടെക് മഹീന്ദ്ര 0.85% ഫോളോ നടത്തി. ഗ്രാസിം 0.45%, ഇൻഫോസിസ് 0.38%, ബജാജ് ഫിനാൻസ് 0.25%, വിപ്രോ 0.14% ആൻഡ് സൺ ഫാർമ 0.03% ഫോളോ കണ്ടു. ഇതൊരു ബയോ സെല്ലർ റെക്കമെൻഡേഷൻ അല്ല, ഓൺലി ഇൻഫർമേഷൻ പർപ്പസിനാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതാണ് ഇന്നത്തെ പ്രധാനമായിട്ട് ന്യൂസ് അപ്ഡേറ്റ്സ്. അടുത്ത ന്യൂസ് അപ്ഡേറ്റ്സ് നാളെ കാണാം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ന്യൂ ഇയർ ആശംസിക്കുന്നു. താങ്ക് യു. ബൈ ഓൾ.